കളി നിങ്ങൾക്ക് എൻ്റെ എല്ലാ മക്കൾക്കും പിന്നെ ഈ ഭഗവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നൊരു പുതിയൊരു ഐറ്റം, ഒരു വെറൈറ്റി ഐറ്റമാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ഞാൻ ഇത് സാധാരണ ചകരിച്ചോറിലാണ്. ഇന്നിപ്പം പിന്നെ ഞാൻ ഈ കപ്പയില്ല, കർമൂസിൻ്റെ തണ്ട് ഇത് കണ്ട, ഈ തണ്ട് ഇങ്ങനെ ഒരു കർമൂസ് വാടിപ്പോയി, അതുകൊണ്ട് അതിൻ്റെ തണ്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെത്തിയിട്ടിട്ട് ഇതിലാണ് ഇപ്പം ഞാൻ നടാൻ പോകുന്നത്. അതിലിപ്പോൾ എന്തെല്ലാമാണ് വേറെ സാധനങ്ങൾ വെച്ചാൽ കോട്ടയം മിക്സ് ചെയ്തുകൊണ്ട്, പിന്നെ സിമക്കൊന്ന തോലുണ്ട്, തൈ, ഇത് 3 സാധനമാണ് വേണ്ടത്. ഞാൻ പീല് നറുക്കുന്ന കാണിച്ചു തരാം. നറുക്കുന്ന കാണിച്ചു തരാമല്ലോ. ഈ പീൻ്റെ അടിയിൽ കുറച്ച് സീമക്കൊന്നേൻ്റെ തോലിടുക. കണ്ടാ, ഇത് അടിയിൽ സീമക്കൊന്നേൻ്റെ തോലിട്ടാൽ ചെതൽ കയറില്ല, അല്ലെങ്കിൽ അടിയിൽ നിന്ന് ചിലപ്പോൾ ചെതൽ കയറിന്ന് വരും. ഇതിപ്പോൾ ഇതിന് ശേഷം എന്താ വെച്ചാൽ ഇത് വാരി നടക്കും. കണ്ട, ഇത് കുറച്ച് വാരി നടക്കും. ഇതിന് ശേഷം ഇത് കുറച്ച് വാരിയിടുക. കണ്ട, ഇതേപോലെ കുറച്ച് ഇത് വാരിയിടുക. അതിന് ശേഷം കുറച്ച് പിന്നെ ഇത് പ്രോട്ടീൻ മിക്സ് ഇതാക്കിയത് ഇടുക. കണ്ടാ, ഇല്ലേ, കുറച്ച് വളം ഇടുക. ഇത് പിന്നെ കമ്പോസ്റ്റ് വളമാണേ, ഇത് ഇടുക കുറച്ച്. അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഇതിടുക. ഇത് വേണ്ട, ഇതിടുക. ഇതും കൂടി ഇട്ടിട്ട് ഒരുപോലെ ഇതിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഈ പോട്ടറി മിക്സ് ചെയ്ത് നക്കുക. കുറച്ച് വളം ഇട്ടുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നട്ട് കൊടുക്കുക. കുറച്ച് സീമക്കൊന്നേൻ്റെ തോലിട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇതേപോലെ നിറച്ചിട്ട് നമ്മൾ പിന്നെ നടുക. കണ്ടില്ലേ, ഇതാ ഇത് നല്ലൊരു പരിപാടിയാണ്. ഇനി നല്ലോണം നന്നാവും. ഈ സീമക്കൊന്നേൻ്റെ പറഞ്ഞാൽ കണ്ടില്ലേ, ഇതാ ഈ പീലെന്ന് ഞാൻ നടാൻ പോകുന്നത് വെച്ചാൽ വെണ്ട. ഇനി ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. ഒന്നും കൂടി ഞാൻ നിറച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ടാകുമ്പോൾ ഞാൻ പയ്യ നിറച്ചോളൂ. ഇതിപ്പോൾ ഇത് നട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എല്ലാവരും ഇതിനകത്ത് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ സീമക്കൊന്നേൻ്റെ ചപ്പിടുക. കുറച്ച് ഇത് അതിലിട്ടിട്ടാകുമ്പോൾ കുറച്ച് കപ്പേൻ്റെ ഈ തണ്ട് മുറിച്ച് ഇടുക. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് ഇത് അമിഞ്ഞിട്ട് ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ വളം പോലെ ആവും. അതാണ് ഇത്. നല്ല മരുന്ന് പോലത്തെ മരുന്നാണ് ഇത്. കപ്പക്കറിയെല്ലാം പുഴുക്കും പുഴുവെല്ലാം വരുന്നതിനെല്ലാം നല്ലതാണ്. ഇത് തറച്ചടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല മരുന്നായിരിക്കും ഇത്. അതും കൂടി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇത് നട്ട് നോക്കാം. അതിൽ നട്ടിട്ട് ഞാൻ വേണ്ട തൈ അതിൽ നടാൻ പോകും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് രണ്ടും ഇതിൽ നിറച്ചു. ഇനിയിപ്പം വെയിറ്റൊന്നുമില്ല, ഇത് നിറച്ചിട്ട് അതേപോലെ തന്നെ ഇതിൽ നിറയെ നിറച്ചിട്ട് ഉണ്ടല്ലേ. ഇപ്പോൾ ഈ തേച്ച് നിറച്ചു. ഇനിയിപ്പോൾ 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 ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിനിയിപ്പോൾ ഇതാ വേണ്ട തൈയാണ്. ഇത് കണ്ട, അത് വേണ്ട തൈ. ഇത് കണ്ടോന്നറിയില്ല. ഇത് ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന തൈയാണ്. ഇത് മറ്റേൻ്റെ അകത്ത് നട്ടിട്ട് ലാസ്റ്റ് ഈ 2 നട്ടിട്ട് വളർത്തിയതാണ്. കേട്ടോ, നല്ല തൈയാണ്. ആ തൈ അതിൻ്റെ അകത്ത് ഒന്നിങ്ങ് പൊരിച്ചതാണ്. ഇതിനടുത്ത് ഞാൻ വേഗം നട്ടിട്ട് അത് വളർന്നതാണിത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് നടാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഇരുന്നെടുക്ക് നടട്ടെ. വേണ്ട ഇത് നല്ലൊരു വളവും കൂടിയാണ്. അത് നല്ല 2 ദിവസം കൊണ്ട് വന്നിട്ട് നല്ല ഇതുപോലെ ആവും. തണ്ട് ചീഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഇനിയിപ്പം ഇത് പീല് ഇതാക്കിയല്ലോ. ഇനി പീൻ്റെ അകത്ത് ഒന്നിലും കൂടി ഞാൻ നടട്ടെ. ഇത് കണ്ട, ഇതിൻ്റെ അകത്തും കൂടി ഒന്ന് നടട്ടെ. കണ്ടില്ലേ, നല്ല ഉഷാർ വെച്ച് തൈ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നട്ടിട്ട് ഇനിയിപ്പോൾ ഇത് 3 കൂടി നടാനുണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കോരി നടക്കട്ടെ. 5 നടാനുള്ളത്. ഇത് ഞാൻ 5 നടക്കട്ടെ. ഇതിനകത്ത് കുറച്ച് ചപ്പ് വാരിയിട്ട് ഇത് കണ്ട. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് അനുഭവത്തിലാണോന്ന് നോക്കിയിട്ട് മാത്രം പറയുക. അതിലിടയ്ക്ക് കുറ്റം പറയാനോ ഒന്നും നിൽക്കണ്ട. ഇത് എന്താണെന്നൊന്നും ചോദിക്കണ്ട. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ട് കണ്ടതുകൊണ്ടാണ് ഇപ്പം ഞാനിത് ഉപയോഗിക്കാൻ കാരണം. ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല വിജയം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം. അതുകൊണ്ട്
നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. കപ്പേൻ്റെ തണ്ട്, പിന്നെ കർമൂസില്ലേ, കർമൂസിൻ്റെ ആ തട കൊത്തിയിട്ടാണ് തറച്ചിട്ടിട്ടാണ് ഞാനിപ്പം ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് കാണണം. കണ്ടിട്ട് എന്താണെന്നുള്ള അഭിപ്രായം പറയണം. നല്ലൊരു ഇതാണിത്. നല്ല ഒരു പിന്നെ പച്ചക്കറി. ഇത് വെണ്ട തൈയാണ് ഞാനിപ്പോൾ ഇത് നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാ തൈയും ഇത് ഞാൻ നടും. അത് എടുക്കാലോ. കണ്ടില്ലേ? ഇതും കൂടി നട്ടു കൊടുക്കട്ടെ. ഇതും കൂടി 3 എണ്ണമായി. കണ്ടില്ലേ? ഇനിയിപ്പോൾ 2 എണ്ണേ ഉള്ളൂ നടാൻ. 2 കൂടി ഉണ്ട്. കണ്ടില്ലേ? ഇതൊന്ന് നിങ്ങളെ കാണിച്ചിട്ടാണ് നിങ്ങളും കൂടി നട്ടിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കാൻ കഴിയും. മുറിഞ്ഞു പോയാലൊന്നും. കണ്ടില്ലേ? ഇതിൻ്റെ അകത്താണ് ഇത് കുറേശ്ശെ ഇട്ടിട്ട് ഇത് നല്ലൊരു നമുക്ക് പോട്ടി മിക്സ് ഇതാക്കുന്നതിൽ നമുക്ക് നല്ലൊരു കുറവും കിട്ടി. നല്ലൊരു വളമാണിത്. നല്ല വളമെന്ന് വെച്ചാൽ അധികം കീടങ്ങൾ കയറില്ല അതിൻ്റെ അകത്ത്. ഇതിൻ്റെ പാലിൻ്റെ ഇതുള്ളതുകൊണ്ട് ഇതിൻ്റെ മണം സീമക്കൊന്നേൻ്റെയും രണ്ടിൻ്റെയും കൂടി മണം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് കീടങ്ങൾ കയറില്ല. ഇപ്പം കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇതിനിപ്പം ഞാൻ കുറച്ച് ഈ വളം ഇടട്ടെ. ഉണ്ടോ? ഇത് നല്ല കമ്പോസ്റ്റ് വളമാണ്. കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഓരോന്നായിട്ട് ദിവസവും ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്താൽ എനിക്കൊരു സന്തോഷമായി, നിങ്ങൾക്കൊരു സന്തോഷമായി കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇപ്പോൾ എന്താ വേണിച്ചാൽ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പിന്നെന്താ വേണ്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടി അടിക്കണം. സബ് ചെയ്യാത്തവരെ സബ് ചെയ്യണം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ഇത് കാണിച്ചു തരാം, നട്ടത് കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് കപ്പേൻ്റെ ഇത്. കണ്ട ഇത് മുറിച്ചിട്ട് ഇതാണ് ഇത്. കൊത്തിയിട്ട് കപ്പക്കം ഇതിൻ്റെ അത്ര ഒരു മരമേ ഉള്ളൂ. അത് അടിയിൽ നിന്ന് കേട് വന്നിനി. അതുകൊണ്ടാണ് ഞാനതങ്ങനെ നട്ടു കൊടുത്തത്. ഇതിപ്പം കണ്ടില്ലേ? നട്ടിട്ട് കണ്ടല്ലേ? ഇതെല്ലാം എൻ്റെ പച്ചക്കറികളെല്ലാം എല്ലാം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നൊരു നന്ദി, നമസ്കാരം. എൻ്റെ മക്കളെല്ലാം ഇതുപോലെ ചെയ്തു നോക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ മക്കളെ കാര്യത്തിലേക്ക്. എനിക്ക് മക്കൾ എന്നോട് ഇത്രയും സ്നേഹിക്കുന്ന മക്കളിലൂടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ നന്ദി, നമസ്കാരം.